കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നീതുവിനെയും കൂട്ടി ചന്ദ്രനും സീതയും ക്ഷേത്രത്തിലെത്തുകയാണ്. അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ട് നീതുവിന് സംശയം തോന്നി അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താ ഇപ്പോഴെന്നോട് ഇത്ര സ്നേഹം? നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നത് എനിക്ക് ഓർമ്മയിലേ ഇല്ല. നിങ്ങളുടെ പെരുമാറ്റം അത്ര ശരിയല്ലല്ലോ എന്ന്. ചുമ്മാ ഓരോന്ന് പറയില്ലേന്ന് പറഞ്ഞ് സീതയും ചന്ദ്രനും അവളെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് തൊഴാനായി പോവുകയാണ്. ഹരീഷുമായുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്നും കല്യാണം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് തന്നെ ചെയ്യുമെന്നും നീതു പ്രാർത്ഥിക്കുമ്പോൾ പ്രേമമായുള്ള നീതുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് സീതയും പ്രാർത്ഥിക്കുകയാണ്. അങ്ങോട്ട് വരുന്ന അഖിലിനെ കണ്ട സംശയത്തോടെ നീതു ചോദിക്കുന്നുണ്ട്, തന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും പൂജ ചെയ്യാൻ കൊണ്ടുവന്നതാണോ എന്ന്. അങ്ങനെയല്ലെന്ന് പറഞ്ഞ് സീതയും ചന്ദ്രനും കൂടി അവളെ കല്യാണ മണ്ഡപത്തിന് അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ പ്രേമിനെ കണ്ടവൾ സന്തോഷത്തോടെ ചേട്ടന്റെ കല്യാണമാണോ, പെണ്ണെവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സീതയ്ക്കും ആകെ ടെൻഷൻ ആവുകയാ. അവളാണ് പെണ്ണെന്നറിഞ്ഞാൽ അവൾക്കിടന്ന് ബഹളം വെക്കുമെന്ന് അവർ അഖിലിനോട് പറയേ, അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവർ നീതുവിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാ. ആ സമയത്ത് അവിടെ തറവാട്ടമ്പലത്തിൽ വഴിപാടിനായി എത്തിയിരിക്കുകയാണ് സുധീഷും കൂട്ടരും. നിധി പറഞ്ഞതു പ്രകാരം സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാനും നിധിയുടെ മനസ്സിൽ ഒരിടം പിടിച്ചു പറ്റാനും വേണ്ടി സുധീഷ് കവിളിലൂടെ ശൂലം തറച്ച് ആ വഴിപാട് ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും സുധീഷിന്റെ കൂടെ അമ്പലം വലം വെക്കുകയാ. സുധീഷിന്റെ അവസ്ഥ കണ്ട് നിധിയുടെ മനസ്സിലും അലിവ് തോന്നുന്നുണ്ട്. അവിടെ നീതുവിനെ മാറ്റി നിർത്തി അമ്മ പറയുകയാ, നിനക്ക് ഞങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന്. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ല. നിങ്ങൾ എന്നെ അടിക്കുകയും ടോർച്ചർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ നിമിഷം തൊട്ടേ നിങ്ങളോടുള്ള സ്നേഹമെല്ലാം എന്റെ മനസ്സിൽ നിന്ന് പോയി എന്ന് നീതുവും പറയുന്നുണ്ട്. പ്രേമിന്റെ കല്യാണമാണെന്നും അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നും അഖിൽ പറയേ, അവന്റെ കല്യാണമാണെങ്കിൽ ഞാനെന്ത് വേണം? ഈ കല്യാണം കാണാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്? ആ ചേട്ടന്റെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി വരുമായിരുന്നല്ലോ. പക്ഷേ പെണ്ണെവിടെയെന്ന് നീതു ചോദിക്കേ, നീ ആടി പെണ്ണ്, നിന്റെയും പ്രേമിന്റെയും കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്ന് അഖിൽ പറയുക. അത് കേട്ട് നീതുവും പൊട്ടിച്ചിരിക്കുക. സീത ദേഷ്യത്തോടെ, എന്തിനാണ് നീ ചിരിക്കുന്നത്? അല്പസമയത്തിനകം നിന്റെയും പ്രേമിന്റെയും വിവാഹം ഇവിടെ നടക്കും. ആ ചന്ദ്രനും പറയുന്നുണ്ട്, ആ നശിച്ച കുടുംബത്തിലേക്ക് നിന്നെ കല്യാണം കഴിച്ചു വിടില്ല. ഹരീഷുമായുള്ള കല്യാണം നടന്നാൽ നമ്മുടെ വീടിന്റെ അഭിമാനം പോകും. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റില്ല. നിന്റെ ചേട്ടന്റെ ജീവിതം എന്താവുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുക. ഇവന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്തായെന്ന് നീതുവും. അമ്മ വീണ്ടും അവളെ നിർബന്ധിക്കെ അവൾ തന്റെ മൊബൈൽ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഖിൽ അത് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുകയാണ്. വീണ്ടും ചന്ദ്രനും സീതയും ആ കല്യാണം നടത്താൻ വേണ്ടി അവളോട് അപേക്ഷിക്കുകയും ഈ കല്യാണം നടന്നില്ലെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ലെന്നും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊക്കെ മരിക്കുന്നതാണ് നല്ലതെന്നും തനിക്ക് പ്രേമിനെ കല്യാണം കഴിക്കുകയും പറ്റില്ലെന്നും ഇത് തന്റെ ജീവിതമാണെന്നും അത് നശിപ്പിക്കാൻ താൻ തയ്യാറല്ലെന്നും നീതുവും ഉറപ്പിച്ചു പറയുകയാണ്. വീണ്ടും അവരെല്ലാം ജീവൻ എടുക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തേ, ഈ സെന്റിമെന്റൽ സംസാരമൊന്നും തന്നോട് വേണ്ടെന്നും താൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്നും നീതു വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അഖിലും കൂട്ടരും അവളെ പിടിച്ചു വലിച്ച് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവൾ മണ്ഡപത്തിലിരിക്കുന്ന പ്രേമിനോടായി ചോദിക്കുന്നുണ്ട്, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ചേട്ടൻ അറിയാലോ, എന്നിട്ടും എന്നെ കല്യാണം കഴിക്കാൻ വന്നു നിൽക്കാൻ നാണമാവുന്നില്ല ചേട്ടാ നിങ്ങൾക്കെന്ന്. അത് കേട്ടെങ്കിലും വായടച്ചു നിൽക്കടി എന്ന് പറയേ, നിന്റെ ചേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രേമം പറയുകയാണ്. അത് കേട്ട് നീതു വീണ്ടും അവനെ പരിഹസിക്കേ അഖിൽ പറയുന്നുണ്ട്, എടാ ഇവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട, കല്യാണം കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിക്കോളുമെന്ന്. ഒന്നും റെഡിയാവില്ല, ഞാൻ ഹരീഷിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഹരീഷ് ഇപ്പൊ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങിപ്പോവും. ഒരു തവണ ഞാൻ ഹരീഷിന്റെ കൂടെ ഇറങ്ങിപ്പോയതാ, അന്ന് അവനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതിനർത്ഥം ഞാൻ ഇനി അവനെ കല്യാണം കഴിക്കില്ല എന്നല്ല. കല്യാണം കഴിക്കുന്നെങ്കിൽ ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇവര് പറയുന്നത് കേട്ട് എന്നെ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നോട് പറയാതെ എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ നോക്കുന്നു എന്ന് നീതു ചോദിക്കേ, എല്ലാം അറിഞ്ഞിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ച നല്ലൊരു പയ്യനാണ് പ്രേമെന്നും മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കടിയെന്നും അമ്മ പറയുകയാണ്. ദേഷ്യത്തോടെ ഇരിക്കുന്ന പ്രേമിനെ ക്ഷമിക്കെന്ന് പറഞ്ഞ് അഖിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും സീത നീതുവിനെ പിടിച്ചു വലിച്ച് പ്രേമിന്റെ അരികിലേക്ക് ഇരുത്തുന്നുണ്ട്. തനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റോടാൻ ശ്രമിക്കുമ്പോഴേക്കും അഖിലും സീതയും കൂടി അവളെ അവിടെ പിടിച്ചിരുത്തുകയാണ്. അപ്പോഴേക്കും അവരുടെ ബന്ധുക്കളും അയൽക്കാരുമെല്ലാം അങ്ങോട്ടെത്തുകയാ. അതുകൊണ്ട് എല്ലാം നേരത്തെയുള്ള പ്ലാൻ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചവൾ വീണ്ടും എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും, ഇവിടെ നിന്ന് നീ എങ്ങോട്ടും പോവില്ല, ഈ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സീത അവളെ അങ്ങോട്ട് പിടിച്ചിരുത്തുകയാ. തിരുമേനിയോട് അവർ താലി എടുത്തു കൊടുക്കാൻ പറയുമ്പോഴേക്കും നീതു തിരുമേനിയോടായി ചോദിക്കുന്നുണ്ട്, വിവരമില്ലേടോ തനിക്ക്? ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് താൻ ശ്രദ്ധിക്കുന്നില്ലേ? എന്നിട്ട് മന്ത്രവും ചൊല്ലിയിരിക്കുന്നു. തനിക്കിഷ്ടം ഹരീഷിനെയാണെന്നും തന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരെങ്കിലും വന്ന് പോലീസിനെ വിളിക്കെന്നും അവൾ ബന്ധുക്കളോടും നാട്ടുകാരോടുമായി പറയുന്നുണ്ട്.
തനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടമെന്നും താൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്നും അവൾ പ്രേമിനോടും അപേക്ഷിക്കുക. സീത വീണ്ടും അവളെ വായടക്കടിയെന്ന് പറഞ്ഞ് അടക്കിയിരുത്താൻ ശ്രമിക്കുമ്പോഴേക്കും അമ്മയുടെ കയ്യിൽ കടിക്കുകയാണ് നീതു. ആരും അവളെ രക്ഷിക്കാൻ എത്തില്ലെന്നും എല്ലാവരും ഞങ്ങളുടെ കൂടെയാണെന്നും മിണ്ടാതെ അവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് അമ്മ അവളെ വഴക്ക് പറയുക. ആര് നിർബന്ധിച്ചാലും താൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും തനിക്ക് ഹരീഷിനെ മാത്രമാണ് ഇഷ്ടമെന്നും താൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂവെന്നും നീതു പ്രേമിനോടായി പറയേ അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്റെ അരികിലിരുന്നു എന്നറിഞ്ഞാൽ അവൻ നിന്നെ കൊല്ലുമെന്നും ഇത്രയ്ക്കും മാനം കെട്ടവനാണോ നീയെന്നും വേറൊരുത്തനെ പ്രണയിക്കുന്നവളെ കല്യാണം കഴിക്കാൻ വന്നേക്കുന്നുവെന്നും നീതു പരിഹസിക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നും എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും പ്രേമം പറയുകയാണ്. സീത തിരുമേനിയോട് വീണ്ടും താലി എടുത്തു കൊടുക്കാനായി പറയുമ്പോഴേക്കും തിരുമേനി താലിയെടുത്ത് പ്രേമിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പ്രേമം സന്തോഷത്തോടു കൂടി അവളുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുമ്പോഴാണ് എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ ഇരിക്കുന്ന നീതുവും പെട്ടെന്ന് വിളിച്ചു പറയുക, ഞാൻ പ്രഗ്നന്റാ. അതുകൊണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. താലിയും കയ്യിൽ പിടിച്ച് ഞെട്ടലോടെ ഇരിക്കുന്ന പ്രേമിന്റെ കയ്യിൽ നിന്നും താലി പിടിച്ച് വലിച്ചെറിഞ്ഞ് അവിടെയുള്ളതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നീതു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. അവൾ പറയുന്നത് കള്ളമാണെന്നും ആരും വിശ്വസിക്കരുതെന്നും അമ്മ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും താൻ കള്ളമല്ല പറഞ്ഞതെന്നും താൻ 2 മാസം പ്രഗ്നന്റ് ആണെന്നും ഹരീഷിനും ഇക്കാര്യം അറിയാമെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ എന്നെ താലികെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വീട്ടിലറിഞ്ഞാൽ വഴക്കു പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാ താൻ പറയാതിരുന്നതെന്നും നീതു വിളിച്ചു പറയുന്നുണ്ട്. കല്യാണം മുടക്കാൻ നീ ഒരു വഴിയും കണ്ടില്ലേ എന്ന് ചോദിച്ച് പ്രേമിനോട് അവൾ പറയുന്നത് കള്ളമാണ്, ഇരിക്കെന്ന് പറയുക സീത. ചന്ദ്രനും അവളോട് പറയുന്നുണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയരുതെന്നും അതവളുടെ ജീവിതത്തിന്റെ കാര്യമാണെന്നും അതെ ഇത് തന്റെ ജീവിതമാണെന്നും തന്നെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി സ്കാൻ ചെയ്താൽ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയാമെന്നും ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ താൻ ഇപ്പോൾ തന്നെ സത്യം തെളിയിച്ചു തരാമെന്നും അല്ലെങ്കിൽ ഹരീഷിനെ വിളിച്ചു ചോദിക്കാനും ഹരീഷിന്റെ കുഞ്ഞ് തന്റെ വയറ്റിലുണ്ടെന്നും എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിക്കണോ എന്ന് അവൾ പ്രേമിനോടായി ചോദിക്കുക. അവൾ പറയുന്നത് കള്ളമാണെന്ന് അഖിൽ പ്രേമിനോട് പറയുന്നു. എന്തിനാടി നീ ഇത് ചെയ്തത്, നിനക്ക് നാണമില്ലേ എന്ന് അവളുടെ അമ്മയും ചോദിക്കുക. ഹരീഷിന്റെ കുഞ്ഞ് തന്റെ വയറ്റിലുണ്ടെന്നുള്ള സത്യം താൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ പ്രേംചേട്ടന്റെ ജീവിതം കൂടി നശിച്ചു പോവില്ലേ. പ്രേംചേട്ടാ, ഞാൻ പ്രഗ്നന്റ് ആണ്, കല്യാണം കഴിക്കാൻ ഓക്കെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന്. അവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്നും അതൊക്കെ കള്ളമാണെന്നും അഖിൽ വീണ്ടും പ്രേമിനോടായി പറയുക. നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്നും ഡോക്ടർ സത്യം പറയുമെന്നും ഹരീഷിന്റെ കുഞ്ഞിനെ താൻ പ്രസവിക്കുമെന്നും നീതു തീർത്തു പറയുക. പ്രേമും ഫ്രണ്ട്സും അഖിലിനെ കുറ്റപ്പെടുത്തി അവിടെ നിന്നിറങ്ങി പോവുകയാണ്. അവളുടെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന് ചോദിച്ച് സങ്കടത്തോടെ കരയുകയാണ് സീതയും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രൻ അവളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ ക്ഷേത്രത്തിൽ അപ്പോഴേക്കും ശൂലംകുത്തി വഴിപാടെല്ലാം കഴിഞ്ഞിരുന്നു. സുഭാഷും കൂട്ടരും അമ്മായിയും സുനന്ദയും അശ്വനുമെല്ലാം തൊഴുകൈകളോടെ നിൽക്കെ വെളിച്ചപ്പാട് അവിടെ ഉറഞ്ഞു തുള്ളുകയാണ്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന് വെളിച്ചപ്പാട് പറയുന്നുണ്ട്, അവസാനം അമ്മയുടെ സന്നിധിയിൽ എത്തിയല്ലേ, ഇനിയെല്ലാം നന്നായി വരും, ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ എന്ന് വെളിച്ചപ്പാട് ചോദിക്കെ നിധി ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കല്യാണം എപ്പോൾ നടക്കുമെന്നറിയാൻ നടക്കാതെ പോയ കല്യാണം എല്ലാം നടക്കുമെന്ന് വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി പറയുന്നത് കേൾക്കെ നിധി സന്തോഷത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കുക. വീണ്ടും വെളിച്ചപ്പാട് പറയുന്നുണ്ട്, നടന്നിട്ടും ഉറയ്ക്കാതെ പോയ വിവാഹം ഉറയ്ക്കുമെന്ന്. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കെ സുഭാഷിന്റെയും ചാന്ദിനിയുടെയും തലയിലേക്ക് പൂക്കൾ അർപ്പിച്ച് ഉറഞ്ഞുതുള്ളി അനുഗ്രഹിക്കുകയാണ് വെളിച്ചപ്പാടും. സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽപ്പാ സുനന്ദയും കൂട്ടരും. പിന്നീട് സുഭാഷ് ചാന്ദിനിയെയും കൂട്ടി അവിടെയെല്ലാം ചുറ്റി കറങ്ങുകയാ. അവരൊന്നിച്ച് കൊച്ചു വർത്തമാനവും പറഞ്ഞ് കളിച്ചിരികളോടെ നടന്നു നീങ്ങുന്നത് എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാ. പിന്നീട് തിരിച്ചെത്തിയ സുധീഷ് ഉമ്മറത്തിരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് അവനോട് കുശലം പറയുന്നത്. സുഭാഷ് ഏട്ടന് വേണ്ടി അവൻ വഴിപാട് നടത്തിയതിൽ സഹതാപത്തോടെ അവൾ അവനെ പ്രശംസിക്കുകയാ. തന്റെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി താൻ എന്തിനും റെഡിയാണെന്ന് സുധീഷും അവളോട് പറയുകയാ. നിധിക്ക് വേണ്ടി താൻ ഏത് വേദനയും സഹിക്കുമെന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അടുക്കളയിൽ പാചകത്തിലാണെന്നും തന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ലെന്നും നിധി പറയുകയാ. ഇവിടെ ഇരുന്ന് ആകെ ബോറടിക്കുന്നു, നമുക്ക് ഈ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയാലോ എന്ന് സുധീഷ് ചോദിക്കെ നിധി സന്തോഷത്തോടെ അതിന് സമ്മതിക്കുക. അവളെയും കൂട്ടി സുധീഷ് സൈക്കിളിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും തനിക്ക് സൈക്കിളിൽ കയറി അത്ര പരിചയമില്ലെന്ന് നിധി പറയുന്നുണ്ട്. സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്നാ എല്ലാരും പറയുക, ഇതിപ്പോ സൈക്കിളിൽ ഇരിക്കാനും അറിയില്ലേ എന്ന് സുധീഷ് പരിഹസിക്കുന്നത് കേൾക്കെ താൻ ഇരുന്നോളാമെന്ന് നിധിയും സമ്മതിക്കും. അങ്ങനെ സുധീഷ് സൈക്കിൾ എടുക്കുമ്പോഴേക്കും നിധി പരിഭ്രമത്തോടുകൂടി ഒരുവിധം അവന്റെ സൈക്കിളിന്റെ പുറകിൽ കയറി ഇരിക്കുന്നുണ്ട്. ഉമ്മറത്തേക്ക് വന്ന നികേഷ് ഹരീഷിനെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാ. ഈ നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും
ഏടത്തിയുടെ മനസ്സിൽ സുധീഷ് ഏട്ടൻ കയറി പറ്റുമെന്ന് ഹരീഷും പറയുക. ഹരീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, അപ്പോഴല്ലേ ഏടത്തി നമ്മുടെ വീട്ടിൽ ഉണ്ടാവൂ എന്ന് നികേഷും പറയുന്നുണ്ട്. നിധി സൈക്കിളിൽ കയറുമ്പോഴേക്കും സുധീഷ് സന്തോഷത്തോടെ സൈക്കിളും എടുത്തു പോവുകയാ. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ പോകുന്നത് കണ്ടില്ലേ, വഴക്കുണ്ടാക്കാതെ തിരിച്ചിങ്ങോട്ട് വന്നാ മതിയായിരുന്നു എന്ന് ഹരീഷും പറയുന്നു. നിധിയെ പുറകിലിരുത്തി സൈക്കിൾ ഓടിക്കുന്നതിന്റെ സന്തോഷത്തിൽ സുധീഷും കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നിധിയും സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പ്രകൃതിയെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയിലാണ് സുധീഷിന്റെ ബാലൻസ് തെറ്റി നിധി പെട്ടെന്ന് താഴോട്ട് വീഴാൻ പോകുന്നത്. ഒരു വിധത്തിൽ അവൾ സൈക്കിളിൽ പിടിച്ചു നിൽക്കുമ്പോഴേക്കും റോഡിലൂടെ പോവുകയായിരുന്ന ഒരു സ്ത്രീയും അവരോടായി പറയുന്നുണ്ട്, മോനെ നീ ഭാര്യയെ പുറകിലിരുത്തിയാണോ സൈക്കിൾ ഓടിക്കുന്നതെന്ന്, പിന്നെ തലയിൽ വെച്ച് കൊണ്ടുപോണോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കെ. മുന്നിലിരുത്തി സൂക്ഷിച്ചു കൊണ്ടുപോയിക്കൂടെ? ഈ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം പേടിയോടെയാണ് നിൽക്കുന്നത്. മോളെ നീ മുൻവശത്ത് കയറിയിരുന്ന് പോയെന്ന് അവളോട് പറയുകയാണ്. അതൊന്നും വേണ്ട, ഞാൻ പുറകിലിരുന്നോളാമെന്ന് നിധിയും. ഇവൻ നന്നായി സൈക്കിൾ ഓടിക്കുന്നുണ്ട്, പോകെ പോകെ റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാ, അതുകൊണ്ടാ പറയുന്നത്, മുന്നിലേക്ക് ഇരുന്നോ എന്ന് അവർ വീണ്ടും പറയേ. നിധി, മൂത്തവർ പറയുന്നത് കേൾക്കണമെന്നല്ലേ, വാ വന്ന് മുന്നിലിരിക്കെന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി ടെൻഷനോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കേ. നിധി വന്നിരിക്കും നിധി. ചേച്ചി ഒന്ന് പറ ചേച്ചി എന്ന് സുധീഷ് ആ ചേച്ചിയോടായി പറയുമ്പോഴേക്കും മുന്നിലിരുന്ന് സേഫായി പോവാൻ നോക്കുമോളെ എന്ന് ആ ചേച്ചിയും പറയുകയാണ്. എന്നെ താഴെ വീഴ്ത്തി ഇടുമോ എന്ന് നിധി പേടിയോടെ ചോദിക്കേ. താഴെ വീഴാതിരിക്കാനാ മുന്നിലിരിക്കാൻ പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം, നിധി വന്ന് മുന്നിൽ കയറിയിരിക്കെ എന്ന് സുധീഷും പറയുന്നുണ്ട്. മുന്നിലിരിക്കും മോളെ, സൂക്ഷിച്ചു പോണേ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ആ ചേച്ചി യാത്ര പറഞ്ഞു പോവുകയാണ്. താങ്ക്സ് ചേച്ചി എന്ന് സുധീഷും വിളിച്ചു പറയുന്നുണ്ട്. വാ നിധി വന്നിരിക്കെന്ന് സുധീഷ് വീണ്ടും നിർബന്ധിക്കെ. നിധി സൈക്കിളിന്റെ മുന്നിലേക്ക് കയറിയിരിക്കുക. സുധീഷും സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നല്ല നാട്, നല്ല ചേച്ചിമാർ, എല്ലാവരും നന്നായി ഇരിക്കട്ടെ എന്ന്. സുധീഷേ, ഞാൻ ഇത് എവിടെ പിടിക്കുമെന്ന് നിധി ചോദിക്കെ. എവിടെ വേണമെങ്കിലും പിടിക്കേ, ഞാൻ പിടിച്ച എന്റെ ഈ കൈയുടെ മുകളിൽ പിടിച്ചാലും മതി എന്ന് സുധീഷ് പറയേ. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ പിടിക്കാമെന്ന് പറഞ്ഞ് നിധി സൈക്കിളിന്റെ മുൻപിലോട്ട് പിടിക്കുക. അവൾ ഒരു വിധത്തിൽ റെഡി ആയിരിക്കുമ്പോഴേക്കും നിധി കംഫർട്ടബിൾ അല്ലേ, നമുക്ക് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുക. പോവാമെന്ന് അവൾ പറയുമ്പോഴേക്കും സുധീഷ് സന്തോഷത്തോടു കൂടി അവളെയും മുന്നിലിരുത്തി സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. അങ്ങനെ അവർ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് കൊച്ചു വർത്തമാനവും പറഞ്ഞ് സൈക്കിളിൽ ചുറ്റിക്കറങ്ങുകയാ. അങ്ങനെ സമയം ഉച്ചയായി തുടങ്ങുമ്പോഴേക്കും ടൈം പോകുന്നത് അറിഞ്ഞതേ ഇല്ല എന്ന് നിധി പറയുന്നുണ്ട്. അതെ നിധി, നമുക്ക് ഒരു റൗണ്ട് കൂടി ചുറ്റിക്കറങ്ങിയാലോ എന്ന് സുധീഷ് ചോദിക്കേ. അതൊന്നും വേണ്ട, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് നിധി പറയുക. സുധീഷിന് വിശക്കുന്നില്ല എന്ന് അവൾ ചോദിക്കേ. വിശപ്പേ തോന്നുന്നില്ല, ഞാനിങ്ങനെ പറന്നു പോകുന്നത് പോലെ തോന്നുകയാ എന്ന് സുധീഷ് പ്രണയത്തോടെ പറയേ. അതിന് സൈക്കിളല്ലേ ഓടിക്കുന്നതെന്ന് നിധിയും ചോദിക്കുക. അതൊന്ന് നശിപ്പിച്ച് വാ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവുക. അങ്ങനെ അവർ വീട്ടുമുറ്റത്ത് സൈക്കിൾ കൊണ്ട് നിർത്തുമ്പോഴേക്കും സുധീഷ് പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുക. നിധി അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് എന്താ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് കൈയെടുത്താലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നിധിയും. സുധീഷും കൈയെടുത്ത് സോറി സോറി എന്ന് പറയുമ്പോഴേക്കും ശരി ഞാൻ അകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നിധി വീട്ടിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് നിധിയും കൂട്ടരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കാനിരിക്കുക. സുധീഷ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് നിധി വിഷമത്തോടെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയാണ് താനീ വേദനയെല്ലാം സഹിക്കുന്നതെന്ന് സുധീഷും മനസ്സിൽ പറയുകയാ. അതുകണ്ട് നികേഷും സുധീഷിനോടായി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് സുധീഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന്, അതുകൊണ്ടാണല്ലോ സൈക്കിളിൽ ചുറ്റിക്കറങ്ങാനൊക്കെ വന്നതെന്നും. അത് കേട്ട് സുധീഷിനും സന്തോഷമാവുകയാ. അതിനെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്ന സുഭാഷ് ഏട്ടനും അവരെ വഴക്കു പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കുക. അപ്പോഴാണ് ചാന്ദിനി സുഭാഷിനെ ശ്രദ്ധിച്ച് സുഭാഷ് ഏട്ടൻ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്. ചാന്ദിനി മാത്രമേ അക്കാര്യം ഓർത്ത് ചോദിച്ചുള്ളൂ എന്ന് നികേഷ് സുഭാഷ് ഏട്ടനെ കളിയാക്കുകയാ. ചാന്ദിനി മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂവെന്ന് അവരെ കുറ്റപ്പെടുത്തി സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ നിധിക്ക് സങ്കടമാവുകയാ. താനത് ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവളെ ആശ്വസിപ്പിക്കുന്നത് കാണേ അനിയത്തി സ്നേഹം തുടങ്ങിയെന്ന് സുധീഷും പരിഭവത്തോടെ മനസ്സിലോർക്കുകയാ. ക്ഷേത്രത്തിൽ വെച്ച് അപമാനിതരായ ചന്ദ്രനും സീതയും വീട്ടിലെത്തി നിധിയെ സങ്കടത്തോടെ ചോദ്യം ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ അവൾ ഈ കള്ളം പറഞ്ഞതെന്ന് സീത ചോദിക്കുന്നുണ്ടെങ്കിലും നീതു മറുപടിയൊന്നും നൽകാതെ മനസ്സിലോർക്കുകയാണ്. വേണ്ട നീതു, സത്യം പറയരുത്, സത്യം അറിഞ്ഞാൽ ഇവർ വീണ്ടും കല്യാണം നടത്താൻ ശ്രമിക്കും. ഹരീഷ് ഇപ്പോൾ നാട്ടിലില്ലാത്തതാ, അവൻ വരുന്നത് വരെ ഈ കള്ളം എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, സത്യം തുറന്നു പറയരുതെന്നൊക്കെ മനസ്സിൽ അവൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മ വീണ്ടും ചോദിച്ചത് കേട്ടില്ലേടിന്ന് ചോദിക്കുന്നത്. പറഞ്ഞത് സത്യമാണെന്നും താൻ 2 മാസം പ്രഗ്നന്റ് ആണെന്നും നീതു പറയുന്നത് കേൾക്കെ
അമ്മ സങ്കടത്തോടെ നെഞ്ചു തടിച്ച് നിലവിളിക്കുകയാ. ആകെ തകർന്ന അവസ്ഥയിലിരിപ്പാ ചന്ദ്രനും. അവരാരും വിഷമിക്കേണ്ടെന്നും ഹരീഷ് തന്നെ പറ്റിക്കില്ലെന്നും അവൻ ഉറപ്പായും തന്നെ കല്യാണം കഴിക്കുമെന്നും നീതു പറയുന്നത് ഇഷ്ടമാവാതെ ഹരീഷ് അവളെ ചവിട്ടാനായി ചെല്ലുമ്പോഴേക്കും അച്ഛൻ അവനെ തടയുകയാ. നീതു അവളുടെ ജീവിതം നശിപ്പിച്ചതിൽ അമ്മ അവളെ സങ്കടത്തോടെ കുറ്റപ്പെടുത്തി നിലവിളിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം സഹിക്കാനാവാതെ അഖിൽ നീതുവിന്റെ മൊബൈലിൽ നിന്ന് അവളെ കൊണ്ട് ഹരീഷിനെ വിളിപ്പിക്കുന്നുണ്ട്. അവിടെ ഹരീഷ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിന്റെ കോൾ വരുന്നത്. അവൻ കഴിക്കുന്നത് നിർത്തി കോളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും അഖിൽ ദേഷ്യത്തോടെ നീതുവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി അനിയത്തിക്ക് ഗർഭമുണ്ടാക്കിയിട്ട് പോയി ഒളിച്ചിരിക്കുന്നോടാ എന്ന് ദേഷ്യത്തോടെ അലറുകയാ. അത് കേട്ടൊരു ഞെട്ടലോടെ നിൽപ്പ ഹരീഷും. അമ്പലത്തിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ താൻ ഗർഭിണിയാണെന്ന് ഇവൾ പറഞ്ഞു. ഹരീഷാണ് കുഞ്ഞിന്റെ അച്ഛനെന്നും. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. എന്റെ അനിയത്തിയെ പ്രഗ്നന്റ് ആക്കിയിട്ടാണോടാ നീ നാട് വിട്ടത്? നിന്നെ ഞാൻ വെട്ടി നുറുക്കുമെന്നൊക്കെ അഖിൽ പറയുന്നത് കേട്ട് കാര്യം മനസ്സിലാവാതെ അമ്പരപ്പോടെ നിൽക്കുകയാണ് ഹരീഷും. അപ്പോഴേക്കും അഖിലിന്റെ കയ്യിൽ നിന്ന് സീത ഫോൺ പിടിച്ചു വാങ്ങി ആ കോൾ കട്ട് ചെയ്ത് സുഭാഷിനെ വിളിക്കാനായി പറയുകയാ. അഖിൽ നീതുവിനോട് സുഭാഷിനെ വിളിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. തന്റെ കയ്യിൽ അവന്റെ ചേട്ടന്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് സീത കൊടുക്കെ അഖിൽ സുഭാഷിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷും കൂട്ടരും ഭക്ഷണമെല്ലാം കഴിഞ്ഞിരുന്നു. സുഭാഷ് കോൾ എടുക്കുമ്പോഴേക്കും അഖിലിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി നീതുവിന്റെ അമ്മ സംസാരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം ഒരു മോശപ്പെട്ട കുടുംബമാണെന്ന് പറഞ്ഞപ്പോ നീയും നിന്റെ അനിയന്മാരും വലിയ യോഗ്യതയോടെ സംസാരിച്ചല്ലോ. ഹരീഷിനെ പോലൊരു നല്ല പയ്യൻ ഈ ലോകത്തിലേ ഇല്ലെന്ന് ആ സുധീഷിന്റെ ഭാര്യയും പറഞ്ഞിരുന്നില്ലേ? അവൻ എന്താ കാണിച്ചു കൂട്ടിയതെന്ന് അറിയാമോ എന്നമ്മ ചോദിക്കുന്നത് കേൾക്കെ എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഹരീഷ് ഇവിടെയാണല്ലോ, അവൻ അവിടെ വന്ന് എന്തു കാണിച്ചെന്നാ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുകയാ. അവൻ എന്റെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയാ പോയത്. കല്യാണം കഴിയാത്ത മോളെ പ്രഗ്നന്റ് ആക്കിയിട്ടാ അവൻ പോയത് എന്നവർ പറയുന്നത് കേട്ട് ഒരു ഞെട്ടിലൂടെ നിൽപ്പാ സുഭാഷ് ഏട്ടനും. ഇതിനാണോ അവൻ പ്രണയം നടിച്ച് എന്റെ മോളുടെ പുറകെ നടന്നത്? അതോ വേറൊരുത്തനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് കരുതി പ്രഗ്നന്റ് ആക്കിയതാണ്? ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട, നിങ്ങളുടെ പേരിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് നിങ്ങളെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ വാതോരാതെ ചീത്ത വിളിക്കുമ്പോഴും നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? തന്റെ അനിയൻ ഹരീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് സുഭാഷേട്ടനും വിളിച്ചു പറയുന്നുണ്ട്. നീതുവിന്റെ അമ്മ വീണ്ടും കണ്ണുപൊട്ടുന്ന ചീത്ത വിളിക്കുക സുഭാഷിനെ. ആ സമയത്ത് കാര്യം എന്താണെന്നറിയാതെ ടെൻഷനോടെ ഉമ്മറത്തിരിക്കുകയായിരുന്നു ഹരീഷും. ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷേട്ടനോടായി നിധി കാര്യം എന്താണെന്ന് അന്വേഷിക്കെ സുഭാഷ് അവരോട് കാര്യമെല്ലാം പറയുന്നുണ്ട്. നീതുവിന്റെ അമ്മ സുഭാഷേട്ടനെ വിളിച്ചതറിയാതെ ഹരീഷ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന സുഭാഷേട്ടനോടായി സുഭാഷേട്ടാ നീതു എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് അവന്റെ കവിള് താഞ്ഞടിക്കുന്നുണ്ട്. സുഭാഷ് അവനെ സങ്കടത്തോടെ ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്തുകയാ. സുഭാഷേട്ടാ നിർത്ത്, ഹരീഷിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിൽ നീതു തന്നെയാണ് ഇക്കാര്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞതെന്നും ഒരു പെണ്ണ് ഇക്കാര്യത്തിൽ കള്ളം പറയില്ലെന്നും കല്യാണം കഴിയാത്ത നീതുവിനെ പ്രഗ്നന്റ് ആക്കിയെന്ന് പറഞ്ഞ് അവർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്ത് പറഞ്ഞിട്ടും അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും അവനെ അടിക്കുകയാ. അവളെ പ്രഗ്നന്റ് ആക്കിയാൽ വീട്ടുകാർ കല്യാണം കഴിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ അങ്ങനെയൊന്നും അല്ല സുഭാഷേട്ട എന്ന് ഹരീഷ് പറയുന്നുണ്ട്. സുഭാഷും ദേഷ്യത്തോടെ ഇനി എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത്, സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. സുധീഷും നികേഷും എല്ലാം ഹരീഷിനെ അതും പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും സുഭാഷ് വീണ്ടും അങ്ങോട്ട് വന്ന് ഈ കാരണം കൊണ്ടാണല്ലേ അന്ന് നീതു നമ്മളുടെ വീട്ടിലേക്ക് വന്നത്? അന്ന് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അവളെ തനിയെ കൂട്ടിക്കൊണ്ടുപോയി അവളെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? പ്രഗ്നന്റ് ആയ അവളെ എങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാൻ തോന്നി? നാട്ടിലെത്തിയാൽ ഇനി ഒന്നും നോക്കാനില്ല, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഉടനെ നടത്തണം എന്ന് സുഭാഷേട്ടൻ പറയേ ഞാൻ അന്നേ അത് പറഞ്ഞതല്ലായിരുന്നു എന്ന് സുധീഷും ചോദിക്കുക. അതിന് ഇവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് സുഭാഷേട്ടനും. ഹരീഷ് അവിടെ നിന്നാൽ സുഭാഷേട്ടൻ ഇനിയും ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. പുറത്തിറങ്ങിയ ഹരീഷ് നീതുവിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീണ്ടും സുഭാഷ് അക്കാര്യത്തെ കുറിച്ച് സുധീഷിനോട് ടെൻഷനോടെ പറയുന്നുണ്ടെങ്കിലും നാട്ടിലെത്തിയ ഉടനെ തന്നെ അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താമെന്ന് സുധീഷും പറയുകയാണ്. പിന്നീട് നീതു തന്റെ റൂമിലെത്തി ഹരീഷിനെ വിളിക്കുകയാ. അവൻ ടെൻഷനോടെ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വിട്, ഹരീഷ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നീതു ചോദിക്കുക. നിന്റെ ചേട്ടൻ വിളിച്ച് നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു, അതെങ്ങനെ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുക. അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നതുകൾക്ക് നമുക്കിടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആവുമെന്ന് ഹരീഷ് വീണ്ടും അവൾ ചിരിയോടെ ഹരീഷ് ഒരു അച്ഛനാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അവളവനെ വട്ടുപിടിപ്പിക്കുകയാണ്. കാര്യമറിയാതെ ടെൻഷനോടെ വീണ്ടും അവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ സത്യം തുറന്നു പറയാതെ കോൾ കട്ട് ചെയ്ത് അവനെ വട്ടുപിടിപ്പിക്കുകയാണ്. നീതു പറഞ്ഞ കാര്യമോർത്തവൻ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുധീഷ് അവന്റെ അരികിലേക്ക് വന്ന് അവനെ കളിയാക്കുന്നത്. അതുകൊണ്ട് അവനും താനൊന്നും ചെയ്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സുധീഷ് അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാ. ഞാൻ അച്ഛനാകുന്നതിന് മുന്നേ നീ എന്നെ വല്യച്ഛനാക്കി, സന്തോഷം തന്നെ, എഴുന്നേൽക്ക്, നമുക്ക് നാട്ടിലേക്ക് തിരിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ പുറത്തൊരിടത്തിരുന്ന് ഭാസ്കരൻ തന്റെ കൂട്ടുകാരുമൊത്ത് ഷീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സുഭാഷിന്റെ അമ്മാവൻ അങ്ങോട്ട് വരുന്നത്.
ആ കൂട്ടുകാരൻ അയാൾക്ക് അവിടെ ഇരുന്ന് ഷിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കറിനെ കാണിച്ചു കൊടുക്കുക. എന്ത് ധൈര്യത്തിൽ അവൻ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് ദേഷ്യത്തോടെ അമ്മാവൻ ചോദിക്കേ. അവരെല്ലാവരും തറവാട്ടമ്പലത്തിൽ വഴിപാട് നടത്താനായി വന്നതാ. പൂജകളും വഴിപാടുമെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് ഇവിടുന്ന് തിരിക്കുമെന്നാ തോന്നുന്നത്. അത് വിട്ടേക്കെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ടെങ്കിലും അവൻ തന്റെ അനിയത്തിയെ കൊന്നവനാണെന്നും അവന്റെ കാല് വെട്ടി നുറുക്കുമെന്നും ഈ നാട്ടിലേക്ക് വന്ന അവൻ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുമെന്നാണോ? പിന്നെ എന്റെ അനിയത്തിയുടെ ജീവൻ എന്ത് വിലയാണുള്ളതെന്നും എന്നൊക്കെ അമ്മാവൻ ചോദിക്കേ. നിങ്ങൾ നാട്ടിലില്ലായിരുന്നല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂട്ടുകാരനും ചോദിക്കുക. അമ്മാവൻ കൂട്ടുകാരനെ വഴക്കു പറഞ്ഞു നോക്കുമ്പോഴേക്കും ഭാസ്കരൻ അവിടുന്ന് പോയിരുന്നു. എവിടെ പോയവൻ? അവൻ എവിടെയാണ് താമസിക്കുന്നതൊക്കെ അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവന് വിട്ടേക്കെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഈ നാട് വിട്ടു പോവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അമ്മാവനും തന്റെ വണ്ടി എടുത്ത് അവിടുന്ന് പോവുകയാ. സുഭാഷ് ബാഗും എടുത്ത് പോവാൻ റെഡിയായി വരുമ്പോഴാണ് ടെൻഷനോടെ ഇരിക്കുന്ന ഹരീഷിനെ കാണുന്നത്. അവന്റെ അരികിലേക്ക് ചെന്ന് കവിള് തടവി വല്ലാതെ വേദനിച്ചോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കെ. അതൊന്നും സാരമില്ല സുഭാഷേട്ടാ എന്ന് ഹരീഷും പറയുകയാണ്. അവനെ കുറിച്ച് താൻ അങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടില്ലെന്നും അവൻ അങ്ങനെ ചെയ്തത് തെറ്റായി പോയെന്നും സുഭാഷേട്ടൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹരീഷ് ഒന്നും പറയാനാവാതെ ടെൻഷനോടെ നിൽക്കുന്നത് കാണേ നാട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ നീതുവിന്റെയും ഹരീഷിന്റെയും വിവാഹം നടത്തുമെന്നും അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും നീതുവിന്റെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ഹരീഷ് അവരോട് വഴക്കുണ്ടാക്കരുതെന്നും നീതുവിനെ വിളിച്ച് സമാധാനമായി ഇരിക്കാൻ പറയണമെന്നും എന്തു വന്നാലും നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് സുഭാഷേട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. ഭാസ്കരനും വീട്ടിലെത്തി സിറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സുഭാഷിന്റെ അമ്മയുടെ ചേട്ടൻ അങ്ങോട്ട് വന്ന് ഈ നാട്ടിലേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യമെന്ന് ചോദിച്ച് ഭാസ്കരന്റെ കഴുത്തിനിട്ട് പിടിക്കുന്നു. ഭാസ്കരനും അയാളും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുമ്പോഴേക്കും അങ്ങോട്ട് ഓടി വരിക സുഭാഷും കൂട്ടരും. സുഭാഷ് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി എന്തിനാ മാമ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട അമ്മാവനും ദേഷ്യത്തോടെ ആരാടാ നിനക്ക് അമ്മാവൻ? നിന്റെ അച്ഛൻ എന്റെ അനിയത്തിയെ കൊന്നു. നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയേ. അതെ, നിന്റെ അനിയത്തിയെ ഞാൻ കൊന്നു, നീ അത് കണ്ടോ എന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നാട്ടുകാരെ മുഴുവൻ പറയുന്നു ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് കുടുംബത്തെയും കൂട്ടി ഇപ്പോ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. നിന്നെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഭാസ്കറിന് നേരെ തിരിയുകയാണ്. സുഭാഷും സുധീഷും എല്ലാം അവര് രണ്ടുപേരെയും പിടിച്ചു നിർത്താനായി ശ്രമിക്കുകയാണ്. വഴക്കും ബഹളവും എല്ലാം കേട്ട് സുനന്ദയും അമ്മായിയും അങ്ങോട്ടെത്തുന്നു. ഇത് ഭാസ്കരന്റെ അളിയനാണെന്നും സുഭാഷിന്റെ അമ്മാവനാണെന്നും ലളിത സുനന്ദയോടായി പറയുകയാണ്. അയാൾ ഭാസ്കരനെ അടിച്ചു വീഴ്ത്തുമ്പോഴേക്കും സുധീഷ് അദ്ദേഹത്തിന്റെ കോളറിനിട്ട് പിടിക്കുക. തന്റെ മേലെ കൈവയ്ക്കുന്നോ എന്ന് ചോദിച്ച് അമ്മാവൻ സുധീഷിന്റെ കവിള താഞ്ഞടിക്കുകയാണ്. അയാൾ വീണ്ടും സുധീഷിനെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും തടയാൻ ചെല്ലാൻ ശ്രമിക്കുന്ന അച്ഛനെ സുഭാഷ് പിടിച്ചു നിർത്തുകയാണ്. സുധീഷിനെ അമ്മാവൻ തല്ലി ചതയ്ക്കുന്നത് കണ്ട് ഹരീഷ് ഇറങ്ങിച്ചെന്ന് അമ്മാവനെ പിടിച്ചു മാറ്റുകയാണ്. ഭാസ്കരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്താ നിന്റെ പ്രശ്നം? വഴക്ക് നമുക്കിടയില്ല. അതിനെന്റെ മക്കളുടെ ദേഹത്ത് കൈവെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ തമ്മിൽ ഒന്നും രണ്ട് പറഞ്ഞ് വഴക്കിടുമ്പോഴേക്കും ലളിത വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അത് വെറുതെ വിടെന്ന് പറയുന്നു. അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്നു എന്ന് ചോദിച്ച് സുഭാഷിന്റെ അമ്മാവൻ ലളിതയെ ചോദ്യം ചെയ്യുകയാണ്. അവർ തറവാട്ടമ്പലത്തിൽ തൊഴാനായി വന്നതാണെന്നും സുഭാഷും കൂട്ടരും വരുന്നത് അറിഞ്ഞില്ലെന്നും ലളിത പറയുമ്പോൾ എല്ലാം കേട്ട് നിൽക്കുകയായിരുന്ന നിധിയും സുഭാഷേട്ടാ ഇത് നിങ്ങളുടെ അമ്മാവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇതെന്റെ അമ്മയുടെ ചേട്ടനാണെന്ന് സുഭാഷും പറയുകയാണ്. അമ്മയെ കൊന്ന അച്ഛനെ കൂടെ നിർത്തി സംരക്ഷിക്കുന്നതിൽ അമ്മാവൻ സുഭാഷിനെ കുറ്റപ്പെടുത്തുകയാണ്. അമ്മയെ അച്ഛൻ കൊല്ലുന്നത് ഞങ്ങൾ കണ്ടില്ലെന്നും നാട്ടുകാരെല്ലാം പറഞ്ഞുണ്ടാക്കിയതാണെന്നും അച്ഛൻ ജയിലിൽ പോയ സമയത്ത് കുട്ടികളായ ഞങ്ങൾ തനിച്ചായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്നും സുധീഷും അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ മൂന്നുപേരെയും കൂട്ടിക്കൊണ്ടുപോകാനായി താൻ വന്നിരുന്നുവെന്നും അന്നേരം ഭാസ്കരൻ തടഞ്ഞെന്നും നാട്ടുകാരെല്ലാം വിളിച്ച് ഇവന്റെ കൂടെ നിൽക്കണോ ഞങ്ങളുടെ കൂടെ വരണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇവന്റെ കൂടെ താമസിക്കാനാണ് തീരുമാനമെടുത്തതെന്നും അമ്മാവും പറയുന്നു. എല്ലാം കേട്ട് ഭാസ്കരനും ദേഷ്യത്തോടെ അവന്റെ അനിയത്തിയെ താൻ തന്നെയാണ് കൊന്നതെന്നും എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ്യെന്നും പറയുകയും കുടുംബത്തോടെ വന്നതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടെന്നും തനിച്ചെന്റെ കയ്യിൽ കിട്ടിയാൽ ജീവനോടെ പോവില്ലെന്നും അമ്മാവനും വെല്ലുവിളിയോടെ പറയും. വീണ്ടും അമ്മാവൻ ഭാസ്കരനെയും കുടുംബത്തെയും പരിഹസിക്കുന്നത് കേൾക്കെ നിധി അതിലിടപെട്ട് നടന്നതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറയായെന്നും നിങ്ങളുടെ ദേഷ്യം ഇപ്പോഴും മാറിയില്ലെന്നും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും നടന്നതൊന്നും മറക്കാൻ പറ്റില്ലെന്നും ഇപ്പോ ഈ നിമിഷം ഈ നാട് വിട്ടു പോകണമെന്നും അതാണ് നിങ്ങൾക്കും എനിക്കും നല്ലതെന്നും ഇനി ഇവനെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നും ഭാസ്കരനെ നോക്കി പറഞ്ഞു. അമ്മാവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് അവർ നാട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഹരീഷ് താൻ നീതുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് തന്റെ ബൈക്കുമെടുത്ത് ഇറങ്ങുകയാ. പോക്ക് കണ്ട് തനിക്കും ഒരു ചെറിയ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സുധീഷും സുഭാഷ് ഏട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാ. നീതുവിന്റെ വീടിന് മുന്നിലെത്തിയ ഹരീഷ് അവളെ മൊബൈലിൽ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ അങ്ങോട്ടെത്തുന്ന സുധീഷും കുറച്ചപ്പുറത്ത് മാറി ഓട്ടോ നിർത്തിച്ച് അവനെ തന്നെ ശ്രദ്ധിച്ചിരിപ്പാ. അവൾ കൊള്ളെടുക്കുമ്പോഴേക്കും പ്രഗ്നന്റ് ആയതുകൊണ്ട് ഭയങ്കര വോമിറ്റിംഗ് ആണെന്നും അതിന്റെ ക്ഷീണത്തിൽ കിടക്കുകയാണെന്നും നീതു പറയുന്നവർക്ക് ദേഷ്യത്തോടെ താൻ അവളുടെ വീടിന് പുറത്തുണ്ടെന്നും പുറത്തോട്ടിറങ്ങി വായെന്നും ഹരീഷ് വിളിക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹത്തിൽ ഓടി വന്നതാണോ എന്നവൾ ചോദിക്കുന്നതുകൾക്ക് ഞാൻ അറിയാതെ നീ എങ്ങനെ പ്രഗ്നന്റ് ആവുമെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്.
നിനക്കെന്നെ സംശയമാണല്ലെന്ന് ചോദിച്ച് നീതുവും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. ഹരീഷ് നീതുവിന്റെ വീട്ടിലേക്ക് ചെന്ന് അവളെ പുറത്തുനിന്ന് വിളിക്കുമ്പോഴേക്കും അവന്റെ ശബ്ദം കേട്ട് അഖിലും അച്ഛനുമെല്ലാം പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അഖിൽ അവനെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അച്ഛൻ അഖിലിനെ അകത്തേക്ക് പറഞ്ഞുവിട്ട് ഹരീഷിനെയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാണ്. ആ കാഴ്ച കണ്ട് സുധീഷും ഓട്ടോയിൽ നിറങ്ങി നീതുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഹരീഷിനെയും കൊണ്ട് ചന്ദ്രൻ അകത്തേക്ക് കയറുമ്പോഴേക്കും അഖിൽ അവനെ ചോദ്യം ചെയ്ത് അടിക്കാനായി തുടങ്ങുകയാണ്. ബഹളമെല്ലാം കേട്ട് നീതുവും റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. അങ്ങോട്ട് വന്ന സുധീഷും അഖിലിനെ ദേഷ്യത്തോടെ ചോദ്യം ചെയ്യുകയാണ്. രംഗം വഷളാവുന്നത് കണ്ട് നീതു ഒടുവിൽ താൻ പ്രഗ്നന്റ് അല്ലെന്ന സത്യം തുറന്നു പറയുകയാണ്. ഹരീഷ് നാട്ടിലില്ലാത്ത സമയത്ത് വീട്ടുകാർ അവളുടെ കല്യാണം നടത്താൻ നോക്കിയെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞതെന്നും നീതു തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ഹരീഷിനെയും കൊണ്ട് വീട്ടിലെത്തുന്ന സുധീഷ് ഹരീഷിനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇക്കാര്യം വീട്ടുകാരെ എല്ലാം അറിയിക്കുകയാണ്. അത് കേട്ട് അവർക്കെല്ലാം സന്തോഷമാവുകയാ. സുഭാഷ് ഏട്ടനും ഇത് കേട്ട് ആശ്വാസമാവുന്നുണ്ടെങ്കിലും അവനെ വഴക്കു പറഞ്ഞതിന് സുഭാഷ് ഏട്ടൻ അവനോട് സോറി പറയുന്നുണ്ട്. പിന്നീട് വീട്ടിലിരുന്ന് അഖിലും അച്ഛനുമൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നീതു. അപ്പോഴഖിൽ തന്ത്രപൂർവ്വം പറയുന്നുണ്ട് അവൾ പ്രഗ്നന്റ് അല്ലെന്ന് തെളിഞ്ഞെന്നും ഇപ്പോഴും പ്രേം അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും അതിനവൾ സമ്മതിക്കില്ലെന്ന് ദേഷ്യത്തോടെ പറയേ ഹരീഷിനെ കല്യാണം കഴിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും ആ കുടുംബത്തിന്റെ മോശം പാരമ്പര്യത്തെക്കുറിച്ചുമെല്ലാം അഖിലും അച്ഛനും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടെ അവിടെ എഴുന്നേറ്റ് പോവുകയാ. പിന്നീട് അവൾ സുഭാഷേട്ടനെ കണ്ട് സുഭാഷേട്ടന്റെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്നും തന്റെ വീട്ടുകാർ തന്നെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവർ വേറെ വിവാഹം കഴിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ തന്നെ ഹരീഷ് കല്യാണം കഴിക്കില്ലെന്നും അതുകൊണ്ട് സുഭാഷേട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും താനീ പറഞ്ഞ കാര്യം ഹരീഷ് അറിയരുതെന്നും അവൾ സുഭാഷേട്ടനെ കണ്ടു പറയുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.